എം അക്ബറിനും അദ്ദേഹത്തെ പോലെയുള്ളവർക്കും അദ്ദേഹം കൊണ്ടുവന്ന ഗ്രന്ഥങ്ങൾക്കും ഡോക്ടർ സാക്കിർ നായിക്കിനും അദ്ദേഹത്തെ പോലെയുള്ളവർക്കും അദ്ദേഹം കൊണ്ടുവന്ന ഗ്രന്ഥങ്ങൾക്കും ഹാറൂൺ യഹിയാക്കും കിത്തുമോറിനും റാഷിദ് ഖലീഫാക്കും അവർക്കും അവർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങൾക്കും ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാൻ കഴിയുകയില്ല. എം ജബ്ബാർ മാഷിനും അദ്ദേഹത്തെ പോലെയുള്ളവർക്കും അദ്ദേഹത്തെ പോലെയുള്ള യുക്തിവാദികൾക്കും അവർ കൊണ്ടുവന്ന ഗ്രന്ഥങ്ങൾക്കും ഭൂമി ഉരുണ്ടതാകുന്നു എന്ന് തെളിയിക്കാൻ കഴിയുകയില്ല. ലക്ഷക്കണക്കിന് ഹദീസുകൾ കൊണ്ടുവന്നോളൂ, ഭൂമി ഉരുണ്ടതാകുന്നു എന്ന് തെളിയിക്കാൻ കഴിയുകയില്ല. ശാസ്ത്രം പറഞ്ഞു ഭൂമി ഉരുണ്ടതാകുന്നു എന്ന്, പക്ഷേ അത് കള്ളമാകുന്നു. ഒരു ഹദീസുകൾക്കും വിശുദ്ധ ഖുർആനിനും ഭൂമി ഉരുണ്ടതാകുന്നു എന്ന് തെളിയിക്കാൻ കഴിയുകയില്ല. കാരണം ഭൂമിയുടെ പരിപൂർണമായ രൂപം ഉരുണ്ടതല്ല. ഭൂമിയുടെ ഉപരിതലത്തിലുള്ള പർവ്വതങ്ങൾ, മലകൾ, ഗുഹകൾ, വളഞ്ഞ ഭാഗങ്ങൾ, താഴ്ന്ന ഭാഗങ്ങൾ, ഉയർന്ന ഭാഗങ്ങൾ, സമുദ്രങ്ങൾ, അങ്ങനെ വേണ്ട എല്ലാത്തിൻ്റെയും എലിവേഷനുകൾ സ്കെയിൽ അനുസരിച്ച് കൃത്യമായി വരക്കുക. എന്നിട്ട് അതിനെ പ്ലാസ്റ്റർ ഓഫ് പാരീസോ സിമൻറ്റോ അങ്ങനെ വേണ്ട ഏതെങ്കിലും വസ്തുക്കൾ കൊണ്ട് അവ നിർമ്മിക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് നോക്കൂ, നാം കൃത്രിമമായി ഉണ്ടാക്കിയ ഭൂമിയെ ഏതെങ്കിലും ആകൃതിയുടെ പേര് പറയാൻ കഴിയുമോ എന്ന്. അതിൻ്റെ രൂപം ഏത് രൂപത്തിലാണ് അതിരിക്കുന്നതെന്ന് പറയാൻ ഒരാൾക്കും കഴിയുകയില്ല. ഇനി അത് ഉരുണ്ടതായിട്ട് തോന്നണമെങ്കിൽ അത് കറങ്ങുന്നതിന് വേണ്ടി കറക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡിൽ പിടിപ്പിക്കുക. എന്നിട്ട് അത് ഒന്ന് നന്നായി കറക്കുക. അങ്ങനെ കറങ്ങി വരുമ്പോൾ അതിനെ നോക്കുമ്പോൾ നാം കാണുന്ന രൂപം ഉരുണ്ടതായിട്ടാക്കുന്നു. നിങ്ങൾ നോക്കൂ, നിശ്ചലാവസ്ഥയിലിരിക്കുന്ന ഫാനും അത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആകൃതിയും രണ്ടും രണ്ടാകുന്നു. കറങ്ങുന്ന ഫാനിൻ്റെ ആകൃതി വൃത്താകൃതിയാണ്. ഭൂമി വിട്ട് ആകാശത്തേക്ക് പോയി ഭൂമിയെ നോക്കിയപ്പോൾ കറങ്ങുന്ന ഭൂമിയെയാണ് കണ്ടത്. കറങ്ങുന്ന ഭൂമിക്ക് ഉരുണ്ടാകൃതിയാണ്. കറങ്ങുന്ന ഭൂമിയുടെ രൂപമല്ല യഥാർത്ഥത്തിൽ ഭൂമിയുടെ ആകൃതി. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ ഭൂമിയുടെ ആകൃതി വ്യക്തമായി പറയാതിരുന്നത്. ഉള്ളത് തെളിയിച്ചു, ഇല്ലാത്തത് തെളിയിക്കാൻ കഴിയുകയില്ല. ഉള്ളത് തെളിയിച്ചു. ഇതുപോലെ ജബ്ബാർ മാഷിന് ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമാകാൻ